മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ ഇടയിൽ രണ്ട് വിഭാഗം അങ്ങുമിങ്ങും ഇഖ്തതല പോരാടേണ്ടി വന്നാൽ അള്ളാന്റെ കൽപ്പന വരുന്നു, ഫഅസ്ലിഹൂ ബൈനഹുമാ, അവരെ നിങ്ങൾ സുൽഹാക്കാൻ വേണ്ടി പാടുപെടുക. മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യമില്ലാതിരിക്കാൻ വേണ്ടി സുൽഹാക്കുന്ന വേളയിൽ കളവ് പറയാമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്ത്? കളവ് പറയൽ അനുവദനീയമാണ്. അപ്രകാരം തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യമും ഇല്ലാതെയാക്കാൻ വേണ്ടി, ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് സുബ്ഹാനല്ലാഹ് പിരിവെടുക്കാം. ഒരു മനുഷ്യൻ അവകാശമില്ലാതെ ഇറക്കൽ മഹാപാപമാണ്. അവകാശമില്ലാതെ ഇറന്നാൽ പരലോകത്തിൽ അവന്റെ മുഖം മാന്തി വരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. കൗൾത്തടം. അങ്ങനെയുള്ള ഇറക്കൽ വരെ എവിടെ അനുവദനീയമാണ്? മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യമുള്ളതിനെ മാറ്റാൻ വേണ്ടി പിരിവെടുക്കൽ അനുവദനീയമാണ് എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. ഇത്രയും പ്രാധാന്യം നൽകിയതായ ഒരു സബ്ജക്റ്റാണ് എന്ത്? ഐക്യം എന്നത് ഇസ്ലാം. അതുകൊണ്ടാണ് ഐക്യത്തിന്റെ പേരിൽ ഉമ്മത്ത് മുഹമ്മദ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ ഒരായത്തിൽ, വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്നത് മറ്റൊരായത്തിൽ. അങ്ങനെ തീരുമാനിക്കാൻ കാരണം, എങ്ങനെ അള്ളാഹു പ്രഖ്യാപിക്കാൻ കാരണം? അള്ളാഹു പറയുന്നു, ഒരു മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികൾ പരസ്പരം പോരാടേണ്ടി വന്നാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ, അവർ രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ നിങ്ങൾ സുൽഹാക്കാൻ വേണ്ടി പാടുപെടുക. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, നിങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ സുൽഹാക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ അവരിൽ നിന്നിട്ട് ഒരു പാർട്ടി, ഒരു വിഭാഗം അത് അവഗണിക്കുകയാണെങ്കിൽ, അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, അത് തള്ളുകയാണെങ്കിൽ, ഈ കൽപ്പന മുസ്ലിം ഗവൺമെന്റിനോടാണ് എന്നല്ലാതെ മുസ്ലിം ഭരണകൂടമില്ലാത്തതായ ഇന്ത്യ പോലത്തതായ ഇതര മതസ്ഥരെല്ലാം ഒരുമിച്ച് കൂടി ജീവിക്കുന്നതായ മതേതര രാഷ്ട്രം എന്ന് പറയപ്പെടുന്നതായ നാടുകളിലേക്ക് ജീവിക്കുന്നവരെ കുറിച്ചല്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ ആ കാര്യം വേറെയും പറയാം. ഇത് മുസ്ലിം രാഷ്ട്രത്തിലാണ് ഈ സംഭവം. അള്ളാഹുവിന്റെ കൽപ്പന. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് ആക്രമിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആ വിഷയത്തിലുള്ള ചർച്ചയിൽ ആ നിങ്ങൾ പറയുന്നതായ ഉപദേശം അവർ കൂട്ടാക്കിയില്ലെങ്കിൽ ഫഖാതിലുല്ലതീ തബ്ഗീ, വാക്ക് കൂട്ടാക്കാത്തതായ ആ മുസ്ലിം സമൂഹത്തോട്, ആ സത്യവിശ്വാസികളുടെ പാർട്ടിയോട് നിങ്ങൾ പോരാടൂ മുഅ്മിനീങ്ങളെ. മുസ്ലിം ഗവൺമെന്റിനോട് കൽപ്പന, നിങ്ങൾ അവരോട് എന്ത് വേണം? പോരാടണം. അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങി വരുന്നത് വരെ. കണ്ടില്ലേ അനൈക്യത്തിനോട് അള്ളാഹുള്ള വെറുപ്പ്? അനൈക്യമുണ്ടാകുമ്പോൾ അവർ മുസ്ലിം ഗവൺമെന്റിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ, ഖുർആന്റെ സുന്നത്തിന്റെ കൽപ്പന പാലിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് വേണം? അവരോട് നിങ്ങൾ പോരാടണം. അവർ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നാൽ, അഥവാ സത്യത്തിലേക്ക് നടത്താം, അവർ മുസ്ലിങ്ങൾ തന്നെയാണല്ലോ, അവർ സത്യത്തിലേക്ക് മടങ്ങി വന്നാൽ അവരുടെ ഇടയിൽ സുൽഹാക്കാൻ വേണ്ടി പാടുപെടണം. അവരുടെ ഇടയിൽ നീതി പാലിക്കുക എന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിന്റെ സ്ഥാപിച്ചതായ ഒരു സിഫത്താണ് ഹുബ്ബ്, സ്നേഹം. ആ സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കും. എപ്പോൾ? ഭിന്നിപ്പിൽ നിന്നിട്ട് അറുതി വരുത്താൻ നാം പാടുപെടുമ്പോൾ ഹുബ്ബ്, മഹബ്ബത്ത് നമ്മളോട് അള്ളാഹ് ഉണ്ടാകും എന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപം കൈക്കൊള്ളാൻ നമുക്ക് പഠിപ്പിക്കാൻ കാരണം, അനൈക്യം അല്ലെങ്കിൽ ഐക്യത്തിന് വിപരീതമായി ജീവിക്കുന്നവരുടെ രോഗത്തിന്, ആ രോഗത്തിന് ചികിത്സ പോരാട്ടമല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ പോരാടൂ എന്നാണ്. എന്നാലും അനൈക്യം പാടില്ല. അനൈക്യത്തിന് അറുതി വരുത്തിയാലേ തീരൂ. എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പണ്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരേക്കും, റസൂലുള്ളാഹി വഫാത്തായ മുതൽ ഇന്ന് വരേക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങൾ കൈയാളാൻ വേണ്ടി അബൂബക്കർ പണ്ട് പരിശ്രമിച്ചു. അവിടെ മുർത്തദികൾ എന്ന പേരിൽ ഒരു മഹാസമൂഹം ഉണ്ടായി. അവര് 40,000 പേര്. യഥാർത്ഥത്തിൽ എല്ലാവരും മുസ്ലിങ്ങളായവരല്ല, പലരും മുസ്ലിങ്ങളാവാത്തവരാണ്. മറ്റു ചിലർ മുസ്ലിങ്ങളായി ആയില്ല, 2 തോണിയിൽ കാലി വെച്ചവരാണ്. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സദഖ കൽപ്പിച്ചത് ആ റസൂൽ ജീവിച്ച കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഖുദ് അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അത് റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ ധർമ്മം റസൂലിന് കൊടുക്കുമ്പോൾ നമുക്ക്
വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ റസൂലുള്ള മരിച്ചില്ലേ, ഇനി എന്തിനാണ് സദഖ? അതുകൊണ്ട് ധർമ്മമില്ല, സക്കാത്തില്ല എന്നൊരു വിഭാഗം പറഞ്ഞു. അതൊക്കെ പറഞ്ഞ വേളയിൽ എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ പ്രതിവിധി കണ്ടെത്താൻ പരിശ്രമിച്ചു. ആ പ്രതിവിധി കണ്ടെത്തിയത് കൊണ്ട് തന്നെ അറുതി വരുത്താൻ എന്തിന്? ആ മുർത്തദ്ദായി പോവുക എന്ന മഹാപാപത്തിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തെ സംരക്ഷിക്കാൻ, അറബ് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ, അൽ ജസീറയെ സംരക്ഷിക്കാൻ അബൂബക്കറിന് സാധിച്ചു എന്നത് നാം കാണുന്ന പച്ചപ്പരമാർത്ഥമാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലായി റസൂലുള്ളാഹിയുടെ ശേഷം നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ, പ്രത്യേകിച്ച് സലഫുസ് സാലിഹീങ്ങളായ സഹാബാക്കൾ, താബിഈങ്ങൾ ഓരോ പ്രശ്നങ്ങൾ കൈയാളിയത് യുക്തിയുക്തം, പ്രത്യേകിച്ച് ഇൽമിലൂടെ, വിജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ട് നന്നായി നിങ്ങൾ പണ്ഡിതന്മാരോട് ഒന്നിരിക്കൽ പഠിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക. പഠിക്കാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ പഠിച്ചവരിലേക്ക് മടങ്ങുക. മർജിഇയ്യത്ത് ഉണ്ടാവൽ അനിവാര്യമാണ് പ്രബോധന രംഗത്ത്. നിന്റെ മർജിഇയ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പറയാനില്ല. എൻ്റെ മർജിയത്ത് എൻ്റെ ബുദ്ധിയാണെന്നാണ് പലരും പറയുക. ഞാൻ ചിന്തിച്ചങ്ങനെ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ല, പറ്റൂല, അത് പറ്റൂല. നിനക്ക് മർജിഇയ്യത്ത്, നീ എവിടേക്ക് മടങ്ങി, ആരിലേക്ക് മടങ്ങി? സൗദറബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലത്തെ മരിച്ച ശേഷം, ഷെയ്ഖുൽ ഉസൈമീനെ പോലത്തെ മരിച്ച ശേഷം ഇവിടെ ഹയ്യത്ത് കിബാറുൽ ഉലമ ഉണ്ട്. ഹയ്യത്ത് കിബാറുൽ ഉലമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല. ഗവൺമെന്റ് അങ്ങനെയുള്ളവരെ സമാഹത്തു ഷെയ്ഖ് എന്നൊക്കെ പറയണമെങ്കിൽ, ആ ഉപരി സ്ഥാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ കർമ്മശാസ്ത്രമായ ഹദീസുകളൊക്കെ ഏകദേശം ബൈഹാർട്ടാക്കിയവരും അതിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ച് വിജ്ഞാനമുള്ളവരും ഹദീസ് സഹീഹ് ലഈഫ് എന്നൊക്കെ മനസ്സിലാക്കാൻ കൽപ്പുള്ളവരും ആണ് എന്നത് നിങ്ങൾ അവരുടെ നൂറുൻ അല ദർബ് എന്നതായ പ്രോഗ്രാമിൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കഴിവുകൾ, കൽപ്പുകൾ അത് നിങ്ങൾ കേട്ടു നോക്കുക. എന്നിട്ട് അങ്ങനെയുള്ള പണ്ഡിതന്മാരിലേക്ക് ചെല്ലുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലടക്കം പലർക്കും വിജ്ഞാനമുണ്ടെങ്കിൽ ഷാഫി മദ്ഹബിനെ കുറിച്ച് മാത്രം. ഇവിടെ അങ്ങനെയല്ല. ഷാഫി മദ്ഹബ് മാത്രമല്ല, എല്ലാ മദ്ഹബിനെ കുറിച്ചുമുള്ള വിജ്ഞാനം എന്ന് മാത്രമല്ല, ആ മദ്ഹബിന്റെ പണ്ഡിതന്മാരായ ഇമാമുകൾ എങ്ങനെയാണ് ഗവേഷണം ചെയ്തത്, എന്ത് വിജ്ഞാനം, എന്ത് ഹദീസാണ് അല്ലെങ്കിൽ ഏത് ആയത്തുകളാണ് അവർ തെളിവായി എടുത്തത് എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് വിധി പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം. അത് എനിക്കറിയുന്ന വാർത്തയാണ്. കാരണം ഞാൻ ഇവിടുത്തെ പണ്ഡിതന്മാരിലൂടെയാണ് അവസാനം പഠനം നടത്തിയത്. ഷെയ്ഖ് ഇബ്നു ബാസ് എൻ്റെ ഉസ്താദായിട്ട് വേണമെങ്കിൽ ഗണിക്കാം. അപ്രകാരം തന്നെ ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്രകാരം ഷെയ്ഖുൽ ഉസൈമീൻ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ മനഹജുകളും ശൈലികളും പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ളതായ ചെറിയൊരു പരിശ്രമം ഈ സാധു ചെറുപ്പത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യസമേതം പണ്ഡിതന്മാരെ കുറിച്ച്, സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ, ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കും. അവരോട് കൂടി തന്നെ ഞാൻ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ അതിനുള്ള ചുറ്റുപാടോ അന്തരീക്ഷമോ ഇല്ലെങ്കിൽ എന്തേ നിങ്ങൾ അങ്ങനെയുള്ള മർജിഇയ്യത്തിലേക്ക് മടങ്ങുന്നില്ല എന്നും നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. അതൊന്നും കേരളീയരെ താഴ്ത്തലല്ല, കേരള പണ്ഡിതന്മാരെ അവഗണിക്കലല്ല, അവർ കൊള്ളരുതാത്തവരാണെന്ന് പറയലല്ല. അവർക്കൊക്കെ കഴിവുണ്ട്, അവർക്കൊക്കെ ഇൽമുണ്ട്. പക്ഷേ ചുറ്റുപാടും അന്തരീക്ഷവും അനുസരിച്ചിട്ടുള്ള വിജ്ഞാനമായിരിക്കും പലർക്കും ഉണ്ടാവുക. ഇവിടെയുള്ള ചുറ്റുപാടും അന്തരീക്ഷവും ഇവിടെ എന്ത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഈ വിധി പറയണം എന്നതാണ്. അതുകൊണ്ട് അതിന് ഒരുങ്ങാൻ നിർബന്ധിതരാകുന്നു ആര്? ഇവിടെയുള്ള പണ്ഡിതന്മാർ എന്നതാണ് പച്ചപരമാർത്ഥം, എന്നതാണ് യാഥാർത്ഥ്യം. സഹാബാക്കളുടെ കാലഘട്ടത്തിലൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്താൻ നമ്മുടെ നേതാക്കൾ പരിശ്രമിച്ചതായിട്ടും ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിൽ തുറിച്ച് കാണുന്നതായ സംഭവം അതിൽ കൂടി പാഠം പഠിക്കാൻ വേണ്ടിയാണ്. അതെന്താണ്? ഒരു സഹാബിക്ക് ഒരു അഭിപ്രായമുണ്ടായി. ആ സഹാബി പേരെടുത്ത സഹാബിയാണ്. ഒന്നാമത് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ മുസ്ലിമായ 10-15 പേരുടെ അകത്ത് അദ്ദേഹത്തിന്റെ പേര് ഉൾക്കൊള്ളുന്നുണ്ട്. അദ്ദേഹം മക്കക്കാരനല്ല, അദ്ദേഹം ഷാമിന്റെ അടുത്തുള്ളതായ ഗിഫാരി ഗോത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ്. അബൂ ദർ അൽ ഗിഫാരി എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി വഫാത്തായ ശേഷം മൂപ്പർക്ക് യക്നീസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم എന്ന ആയത്തിൽ കേൾക്കുമ്പോൾ വികാരം ഉണ്ടാവലാണ്. ഈ സ്വർണം വെള്ളിയൊക്കെ പൂഴ്ത്തി വെക്കാൻ പാടില്ല, ഡോളർ പൂഴ്ത്തി വെക്കാൻ പാടില്ല. ഡോളർ ആവശ്യത്തിന് കൂടുതൽ നമ്മുടെ കൂടെ ഖസനാവിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കണം എന്ന നിർബന്ധമാണ് മൂപ്പർക്ക്. അത് പറഞ്ഞെടുക്കാൻ ആരംഭിച്ചു. അപ്പോൾ അത് പലരെയും പ്രയാസപ്പെടുത്തിയെങ്കിലും അവരെ അവടിക്കാൻ പറ്റുമോ? കാരണം റസൂൽ ബഹുമാനിച്ച മനുഷ്യനാണ്. നിങ്ങൾ തനിച്ച് ജീവിക്കും, തനിച്ച് മരിക്കും, തനിച്ച് പരലോകത്തിൽ ഉമ്മത്ത് എന്നതുപോലെ പരലോകത്തിൽ ഹാജരാക്കപ്പെടുമെന്ന് റസൂലുള്ള പറഞ്ഞ സന്തോഷ വാർത്ത ചില ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് വിധേയമായതാണോ അല്ലേ എന്ന് ഓർമ്മയിൽ വരുന്നില്ല. പറഞ്ഞു വരുന്നത് അദ്ദേഹം റസൂൽ ബഹുമാനിച്ച് ആദരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് റസൂൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഗവർണർ ആവാനുള്ള ചാൻസ് കിട്ടിയാൽ അത് ആവണ്ടെന്ന്. കാരണം നിങ്ങൾക്ക് അതിന് അർഹത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂൽ പറയും പോലെ നിങ്ങൾ ഗവർണർ ആവാൻ ചാൻസ് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഗവർണർ ആവരുത്.
ആ മഹാനായ അബൂദറിന് പ്രത്യേക അഭിപ്രായമുണ്ടായിരുന്നു. എന്താ കാട്ടിയത്? അദ്ദേഹം ഷാമിൽ താമസിക്കുന്ന വേളയിൽ മുആവിയ അവിടെ അമീറാണ്, ഇവിടെ ഖലീഫാരാണ് ഉസ്മാൻ നമ്മുടെ ഖലീഫ, മദീനത്തെ ഖലീഫ, മുസ്ലിം ലോകത്തിന്റെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മദീനത്തെ പള്ളി വികസിപ്പിച്ച് കെട്ടിയതായ നമ്മുടെ നേതാവ് കോടീശ്വരനായ ഉസ്മാൻ. അദ്ദേഹത്തിന് വാർത്ത കിട്ടി. എവിടുന്ന്? മുആവിയയിൽ നിന്നിട്ട് ഈ അബൂദറിന് സ്പെഷ്യൽ അഭിപ്രായമുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ മദീനത്ത് കൊണ്ടുപോയിക്കുമെന്ന്. അങ്ങനെ മദീനത്തേക്ക് വിളിച്ചു. മദീനത്ത് എത്തിയ ഉടൻ തന്നെ സദസ്സിൽ വലിയ വലിയ സദസ്സിലൊക്കെ കടന്നു വരുമ്പോൾ അതേ വാക്ക് ഇങ്ങനെ പറഞ്ഞു വരും. അബ്ദുറഹ്മാൻ ഔഫിന്റെ മുമ്പിലും സഅദ് ഇബ്നു അബി വഖാസിന്റെ മുമ്പിലും വലിയ 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 സഹാബാക്കളുടെ മുമ്പിലൊക്കെ ഈ വാക്ക് പറഞ്ഞു നടക്കും. നിങ്ങൾക്ക് കോടീശ്വരന്മാരല്ലേ, കാശൊക്കെ പിടിച്ചു വെക്കൽ എന്നൊക്കെ പറഞ്ഞു നടക്കും. ഇത് കണ്ടപ്പോൾ മഹാനായ ഉസ്മാനിന് ഇയാളെ ഇവിടുന്ന് അല്പം മാറ്റണമെന്ന് തോന്നി. അതുകൊണ്ട് റബസ എന്ന് പറയുന്ന 280ഓളം കിലോമീറ്റർ റിയാദ് ഭാഗത്ത് ദൂരമുള്ള നാട്ടിലേക്ക് അദ്ദേഹത്തിനോട് അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് അവിടേക്ക് അയക്കുകയും ചെയ്തു. എന്താണ്? അനൈക്യമുണ്ടാവരുത്, ഭിന്നിപ്പുണ്ടാവരുത്, ഐക്യത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കണമെന്ന നിർബന്ധമാണ് മഹാനായ ഉസ്മാൻ. അതാണ് നമ്മുടെ നേതാക്കൾക്ക് ഉണ്ടായത്. എന്ത്? നമ്മുടെ ദഅവത്തിന് യഥാർത്ഥ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായി വരുന്ന ഒന്നും ഇവിടെ സംഭവിക്കരുത്. അത് കാരണത്താൽ ഒരു മുസ്ലിമിന്റെ ചോരപ്പിച്ച് ചീന്തപ്പെടരുത്. ഉസ്മാൻ സ്വന്തം മരിക്കാൻ ഒരുങ്ങി, അലിയിനോട് പുറത്ത് വരരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്മാനെ കൊല്ലാൻ ആയിരങ്ങൾ മദീനത്തുള്ള ദാർ എന്ന് പറയുന്ന മൗഖിഅത്തു ദാർ നടന്ന സ്ഥലത്ത്, അഥവാ ബാബു ജിബ്രീലിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇടത് ഭാഗത്തുള്ളതായ വളച്ചു കിട്ടിയ സ്ഥലത്ത് ആയിരങ്ങൾ വളഞ്ഞു. മഹാനായ അലി ഇബ്നു അബീ താലിബ് ഖലീഫന്റെ കൽപ്പന ആയതുകൊണ്ട് കൽപ്പന അങ്ങനെയാണ്, ആരും പുറത്തിറങ്ങരുത്, ആരും വാളുമായി എതിർക്കാൻ പോകരുത്. എന്തേ? അദ്ദേഹത്തിന് പേടിയാണ്, എന്റെ കാരണത്താൽ മുസ്ലിങ്ങൾ മരിക്കേണ്ടി വന്നു പോകുമോ, മുസ്ലിങ്ങളെ ചോര ചെന്നേണ്ടി വരുമോ എന്ന ഭയമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എന്നാലും ഒരു മുസ്ലിം മരിക്കരുത് എന്ന നിർബന്ധമാണ്. എന്നാലും അലിക്ക് പ്രയാസം, ലോകം പറയൂലേ, പിന്നെ അലി കൂട്ടാക്കിയില്ല. അലി ഹസനോടും ഹുസൈനോടും വാള് പിടിച്ചിട്ട് വിട്ടു. എവിടേക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ദാറുൽ ഖിലാഫ എന്ന വീട്ടിലേക്ക്. അവിടെ കാവൽ ഭടന്മാരായി നിർത്തുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് അവിടെയെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നിർബന്ധം, ഒരു മുസ്ലിം ചോര ചിന്തരുത്, മുസ്ലിങ്ങൾ ഭിന്നിപ്പുണ്ടാവരുത് എന്ന നിർബന്ധം അവർക്ക് സലഫ് സാലിഹ്യങ്ങൾക്ക് ഉണ്ടായതായിരുന്നു എന്നത് അവരുടെ ജീവിതം പഠിപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തത്വങ്ങളൊക്കെ മുമ്പ് വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് നമുക്ക് പലപ്പോഴും പല അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ അത് കൈയാളാൻ നാം എന്ത് ചെയ്യുക? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്വന്തം സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിച്ചുകൊണ്ട് വട്ടമേശയ്ക്ക് വിട്ടുകൊടുക്കുക. ഒറ്റപ്പെടരുതെന്ന് മാത്രമല്ല, ഒറ്റപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പും ഉണ്ടാക്കരുത്. അങ്ങനെ ഐക്യത്തോടുകൂടി ഈ പ്രവർത്തനം മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ദഅവത്ത് നടത്താൻ സാധിക്കുന്നതല്ല, ദഅവത്ത് വിജയിക്കുന്നതല്ല. അവസാനം ഓരോരുത്തരും റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. ഭിന്നിക്കാനും കാരണമായവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ ദഅവത്ത് നിശ്ചലമാകാൻ കാരണക്കാരായതുകൊണ്ട് മറുപടി പറയേണ്ടി വരുമെന്നത് വളരെ പ്രയാസത്തോടുകൂടി വാണിംഗ് നൽകുന്നു. അല്ലാഹു നമുക്കേവർക്കും അങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.